കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടും കടന്നു പോയാലോ നമുക്ക്. അതെ ഗൈസ്, ഇതൊക്കെ കടന്ന് നമ്മൾ പോവാൻ പോണത് ജസ്റ്റ് ഒരു പ്രിന്റ് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നന്നായി മറക്കരുത് എന്ന് എല്ലാവരും പറയല്ലോ. നന്നായി മറക്കാതിരിക്കാൻ പോയതേനി. ഇതാണ് ഇപ്പൊ കഥ. സംഭവം എന്താന്ന് വെച്ചാല് വീടിന്റെ അടുത്തുള്ള ആൾക്കാർ വരെ ഇതിൽ പണ്ടൊക്കെ പോയിനി. പണ്ടല്ല, കുറച്ച് മുന്നേ വരെ. ഇപ്പൊ ഇതിലെ പോയപ്പോഴാണ് മനസ്സിലായത്. പോവാനായി വരെ കാണാറില്ല. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയെങ്കിലെന്താ. പിന്നെ ഏതായാലും ഒരു വഴിയുണ്ട്. റോഡ് കാണാൻ പറ്റിയിട്ട് അങ്ങേ തലയില്. ഓ, സമാധായി. ഇനിയിപ്പൊ ഈ പോക്കറ്റ് റോഡ് മതി കയറിയിട്ട് കുറച്ചുകൂടെ നടന്നാല് ഈ റോഡ് കാണാൻ പറ്റും. അതാണ് ഒരു ആശ്വാസം. അവിടെ വണ്ടികളെ കാണാലോ. അത് കഴിഞ്ഞ് ഒരു ബസ്സും കിട്ടിയാല് ആരെ നമുക്ക് പോവുകയും ചെയ്യാം. ആളും പാടുള്ള ഒരു അങ്ങാടി കാണാൻ പറ്റി. ഇനി കുറച്ചും കൂടെ നിൽക്കേണ്ടി വരുക്കാരോ ബസ് എത്താനായിട്ടേ. പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരത്തെ കാത്തിട്ട് പിന്നെ ശേഷം ബസ് താഴെ. ഇനിയിപ്പോ എന്താ, ബസ് കയറണം, പോകണം, പ്രിന്റ് എടുക്കണം, റിട്ടേൺ വരണം. അത്രേ ഉള്ളൂ. വളരെ ചെറിയ പരിപാടിയാണ്. വളരെ കുഞ്ഞി മൈന്യൂട്ട് പരിപാടിയാണ്. ഇതൊക്കെ എന്താ ഇപ്പൊ നിങ്ങളോട് പറയണേന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. കണ്ടന്റ് ഇല്ല ഗായ്സ്, കണ്ടന്റ് ഇല്ല. അങ്ങനെ പറഞ്ഞു പറഞ്ഞ മൃത ബസ് കയറിയുണ്ട്. ഇന്ത്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യ അല്ല, ഇന്ത്യയുടെ ഇതാണ്. ഇതിനാണ്. അല്ലാതെ ആ ബാഗ് പരിപാടി അതൊന്നും ഇല്ല. ഇതിലിട്ടിങ്ങനെ കുന്തരനത്തായിട്ട് ഇങ്ങനെ മന്ത്. ഇതിന് സീറ്റ് ഇല്ലാത്തോണ്ട് കുറച്ചേരം കാണാതെ നിന്നേ. ചെക്കനവിടെയൊക്കെ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ പൈസയും കൊടുത്ത് ബാലൻസ് അതേപോലെ തന്നെ നമ്മളെ ബാങ്ക് കണ്ട് വെച്ച് പിന്നെ നമുക്ക് സീറ്റ് തരട്ടിട്ടാ. അങ്ങനെ ഞാൻ പറഞ്ഞ ഇന്റർനാഷണൽ എയർപോർട്ട് ജംഗ്ഷനും കടന്നേ നമ്മൾ പോയത്. അത് ഇങ്ങനെയുണ്ട്. അങ്ങനെ പറഞ്ഞേ നമ്മൾ സ്ഥലത്തെത്തിണ്ട്. സ്റ്റാൻഡ് ആയതുകൊണ്ട് എല്ലാരും ഇറങ്ങി കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റൂ. പിന്നെ ഇപ്പൊ നല്ല വെയിലാണ്. നമ്മളെ കേരളത്തിന്റെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റൂല. നല്ല വെയിലാവും. പെട്ടെന്നകത്ത് നല്ല കാറച്ച് നല്ല മഹിന്റെ. അപ്പൊ എന്റെ ഷൂട്ടും പരിപാടി ഒന്നും നടക്കൂല. കാര്യമായിട്ടൊന്ന് വഴക്ക് വന്നതേ സേവതരായിട്ടാണ്. അവന് കുറച്ച് വെയിലും പറ്റും ഉണ്ടെങ്കിലേ പരിപാടി കളറാകുള്ളൂ. അതിനും വേണ്ടിയിട്ടാണ് വെയിൽ കണ്ട് വേഗം ഓടിയതാണ് ബസ്സും പിടിച്ച്. പിന്നെ അസീഷ് പ്രിന്റ് റെഡി ആയി കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ കയ്യിടണല്ലോ. അപ്പൊ പൈസയും കൊടുത്ത് ഇങ്ങനെ നേരെ ബസ് പിടിച്ച് പെരെ പോവാ. അയ്യോക്കട്ടെ, മയപ്പെടാ പറയാൻ പറ്റൂലല്ലോ. പിന്നെ ചെറിയ എന്റെ ഒരു കുസൃതി ഞാൻ പറഞ്ഞുതരാട്ടോ. ഈ റോൾ ചെയ്ത് കൊണ്ടുവന്ന പ്രിന്റ് ഉണ്ടല്ലോ, അങ്ങനെ കട്ട് ചെയ്തല്ല, അതങ്ങനെ റോളായത് ഇങ്ങനെ മടങ്ങി ഒരു സൈഡ് ഇങ്ങനെ ചിരിഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കാറുണ്ട്. ഞാൻ എന്താ ചെയ്യല് വെച്ചാല് നേരെ കൊണ്ടുവന്നങ്ങനെ ഡബിൾ വഴിയുണ്ട്. നേരെ പിടിച്ച് അതിനെ കട്ടിന്റെ ഉള്ളിൽ കേട്ടു. എന്നിട്ട് കുറച്ചേരം വന്ന് ക്ഷീണം മാറാനേ പോയി വന്നല്ലോ, ആ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് അതിന്റെ പുറത്ത് കുറച്ചേരം കിടക്കൂ. റീൽസും കണ്ട് അങ്ങനെ എന്തായി വെച്ചാലേ നമ്മളെ ക്ഷീണം മാറുകയായി. പിന്നെ ആ പേപ്പറിൽ സെറ്റായിട്ട് പവറായിട്ട് ഞാൻ റിട്ടേൺ ചെയ്യും. നൈസായിട്ട് റിട്ടേൺ ചെയ്തേ ഞാൻ നേരെ ഷൂട്ട് എടുക്കാൻ പോട്ടെ. അപ്പോഴെല്ലാവർക്കും ശരി. ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.